ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരു മൂവി റോസ്റ്റിങ്ങുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് വീണ്ടും. അതിന് ഭാഗ്യമുണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലയ്യ ഗാരു തന്നെയാണ്. വീരസിംഹ റെഡ്ഡി ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 2 വർഷം മറ്റേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസരം നമുക്ക് ഉണ്ടാവുന്നത്. ഗൈസ്, ഞാനത് ചെയ്തു. അഖണ്ഡ 2 ഞാൻ കണ്ടു. എന്തിനാണ് ഇത് കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഉത്തരമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീരസിംഹ റെഡ്ഡി കണ്ടപ്പോൾ നമുക്ക് ഈ ബാലയ്യന്റെ കുറെ ക്ലിപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലെല്ലാം കണ്ടിട്ട് എന്നല്ലാതെ മലയാളികളായിട്ടുള്ള ഓഡിയൻസ് പുള്ളിയുടെ സിനിമകളെല്ലാം കണ്ടിട്ടുള്ളത് വളരെ കുറവായിരിക്കാനാണ് സാധ്യത, എസ്പെഷ്യലി തിയേറ്ററിലൊക്കെ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു വീരസിംഹ റെഡ്ഡി തൊട്ടിട്ടാണ് OTT പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു എക്സ്പോഷറും അതുപോലെ കേരളത്തിലൊക്കെ ഈ സിനിമ റിലീസിനായിട്ടും എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അപ്പൊ അന്ന് നമ്മൾ കണ്ട സമയത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പുള്ളി എന്തും ചെയ്യാം. ഓവർ ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഇല്ലടേ. ഈ അഖണ്ഡ 1 എന്ന് പറഞ്ഞ സിനിമ തന്നെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അത്ര. അത് തന്നെ ലോക കത്തിയാണെന്നാ പറയുന്നത്. അപ്പൊ ഈ സിനിമ കത്തിന്നൊന്നും ഇല്ല. ഇതെന്തോ ചൊവ്വാഗ്രഹത്തിലോ മറ്റേ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് അമ്മാതിരി ലെവലിൽ കത്തി. ഒരു ലിമിറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അത് അത്രയും ഒരു പവർഫുൾ കഥയൊക്കെയാണ്. അങ്ങനത്തെ ശിവന്റെ സംബന്ധിച്ചിട്ടുള്ള പവറും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ശിവതാണ്ഡവം എന്നൊക്കെ പറയുന്ന പോലെയുള്ള അത്രയും അൾട്ടിമേറ്റ് പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യേണ്ടത് എമ്മാതിരി രീതിയിലാണ് ഇത് പണി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഓരോ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ലോക കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ കോമഡി സിനിമ കാണേണ്ട ആവശ്യമില്ല, ഇത് കണ്ടാൽ മതി. എസ്പെഷ്യലി ഇതിന്റെ CGI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 200 കോടിയുടെ ബഡ്ജറ്റ് ഒക്കെയാണ് ഈ സിനിമ എന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 130-140 കോടിയോ മറ്റേ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളൂ. അത് തന്നെ വലിയ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അത് പുള്ളിക്കാരന്റെ കരിയറിലെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് മൂവിയാണ് അത്ര ഈ സംഭവം. ഇതിൽ ഒരുപാട് മലയാളി ആർട്ടിസ്റ്റ് ഉണ്ട്. ബാലയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംയുക്ത മേനോൻ, പിന്നെ നമ്മുടെ തീവണ്ടി ഫെയിം സംയുക്ത, അടിപൊളി ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഷംന കാസിം, പിന്നെ ബിഗ് ബോസിലുണ്ടായിരുന്ന റോൺസനൊക്കെ ഉണ്ട് വില്ലനായിട്ട്. ഡയലോഗൊന്നും ഇല്ലെങ്കിലും വലിയ കാര്യമായിട്ട് ഡയലോഗൊന്നും ഇല്ലെങ്കിലും ബലമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഓരോ CGI ഉണ്ട് മക്കളെ. ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഹെലികോപ്റ്ററെല്ലാം പൊട്ടിത്തെറിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മിനി മിൽഫിയയിൽ കൂടി ഇങ്ങനെ പൊട്ടിത്തെറിക്കൂല, അമ്മാതിരി രീതിയിലാണ്. എന്താണിത്, അത് പറയാൻ വരെ വയ്യ. അതുപോലെ സംയുക്ത മേനോന് വെടികൊള്ളുന്ന ഒരു സീനുണ്ട്. ഒരു മേക്കപ്പ് ഇട്ടിട്ട് ആ ഒരു ബ്ലഡ് ഷോട്ടെങ്കിലും അല്ലെങ്കിൽ ആ വൂണ്ടെങ്കിലും മര്യാദയ്ക്കൊന്ന് ചെയ്തുകൂടെ? 200 കോടി നിങ്ങൾ ചെലവാക്കി എന്നൊക്കെയല്ലേ പറയുന്നത്. എന്താണിത്, പിക്സാർട്ടിലോ മറ്റേ എന്തോ ജിഫ് കയറ്റി വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. അമ്മാതിരി രീതിയിൽ പൂവെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും പൂറായിട്ടുള്ള ഗ്രാഫിക്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മാതിരി രീതിയിലുള്ള ശോകമായിരുന്നു. വെറുതെ അല്ല ഇത് ആൾക്കാരെല്ലാവരും തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു സീരിയസ്നെസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടി ഇവര് ശ്രദ്ധ എന്തായാലും കൊണ്ടുവരേണ്ടതാണ്. എന്തായാലും പുള്ളിയുടെ സിനിമയാണെന്ന് അറിയാം, ഓവർ ദ ടോപ്പ് ആണെന്ന് അറിയാം. പക്ഷെ എന്തായാലും കുറച്ചെങ്കിലും ഒരു ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു സ്റ്റാൻഡേർഡ് ആൾക്കാർ ആഗ്രഹിക്കില്ലേ? അല്ലെങ്കിൽ കോമഡി പീസായി മാറില്ലേ? അങ്ങനെ കോമഡി പീസായിട്ടാണ് ഇവിടെ മാറിയിരിക്കുന്നത്. ഇടക്കല്ലെന്ന് പറഞ്ഞാൽ 1990s വരുന്ന മറ്റേ ദൂരദർശൻ സീരിയലിന്റെ നിലവാരം തോന്നും, ആ രീതിയിലായിട്ടുമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടു തീർക്കാൻ വരെ നല്ല പാടാണ് ഈ സിനിമ. നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇരുന്ന് OTTയിൽ ഇരുന്ന് കാണുന്നത് കൊണ്ട് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം, അങ്ങനെയൊക്കെ കണ്ടിരിക്കാം. എനിക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട ആൾക്കാരുടെയൊക്കെ അവസ്ഥ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് ഇതോടെ കഴിഞ്ഞു. ഇനി പുള്ളി എന്ത് പടമായിട്ടാണ് അടുത്ത വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ സംയുക്ത മേനോനൊക്കെ കുറെ കാലത്തിന് ശേഷം കാണുന്നത്. മലയാളത്തിൽ ലാസ്റ്റ് ആയിട്ട് എന്താണ്, ഏതായിരുന്നു സിനിമ, ഏതോ ഒരു ടൊവിനോ ആയിട്ടൊരു ആർമി പടം ഉണ്ടായിരുന്നു, ഒരു എടക്കാട് ബറ്റാലിയൻ, അതോ മറ്റാണ് ലാസ്റ്റ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മ. അതിനു ശേഷം പ്രത്യേകിച്ച് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രവും ആ ഒരു ആക്ട്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം തന്നിട്ടൊന്നുമില്ല. ഈ ഒരു സംഭവത്തിലാണെങ്കിൽ മികച്ച അഭിനയമാണല്ലോ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തോ ഒരു റോബോട്ടിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ആകെപ്പാടെ കൊള്ളാവുന്ന ആ ഒരു ഡാൻസിലുള്ള സംഭവം മാത്രമാണ്. ആ ഒരു ഐറ്റം സോങ് പോലെ, ബർത്ത്ഡേ പാർട്ടി സോങ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് മാത്രമേ ആകെ പുള്ളിക്കാരിൻ്റെതായിട്ട് കൊള്ളാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ.
അപ്പോൾ എനിക്ക് ഒരൊറ്റൊരു കാര്യം പറയാനുള്ളൂ. എന്തായാലും പുള്ളിയുടെ 2-3 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾ തേച്ചൊട്ടിച്ചാലും റോസ്റ്റ് ചെയ്താലും ഒന്നും പുള്ളി മാറാൻ പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ മാറിപ്പോവുക, അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമ പോയിട്ട് കാണുക. ആ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാണ്ട് ഇതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. 3 സിനിമ മറ്റേ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ആ 3ലും ഒരേ പാറ്റേൺ ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയിലും പുള്ളി ഡബിൾ റോളും ഉണ്ട്. അത് അതിലേറെ വലിയ കോമഡി. എല്ലാ സിനിമയിലും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാവുക? എല്ലാ സിനിമയിലും ഡബിൾ റോളും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണോ? എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അഖണ്ഡ 2 ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടും. അതുപോലെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമൻസ് ആയിട്ട് ഇടും. ചാനലൊന്ന് എന്താ പറയുക, നമ്മളൊരു 900+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദാൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.